പശ്ചിമ ബംഗാളിൽ അനധികൃതമായി കുടിയേറിയ ബംഗ്ലാദേശികളെ കോടതിയിൽ ഹാജരാക്കുന്നതിന് പകരം നേരിട്ട് BSFന് കൈമാറാൻ നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി മെയ് 20 മുതൽ ഈ പുതിയ ഉത്തരവ് പ്രാബല്യത്തിൽ വന്നതായി അദ്ദേഹം അറിയിച്ചു. CAA പ്രകാരം പൗരത്വത്തിന് അർഹതയില്ലാത്ത അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചറിഞ്ഞ് നാട് കടത്തുന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഡിറ്റക്ട്, ഡിലീറ്റ്, ഡീപ്പോർട്ട് നയത്തിൻ്റെ ഭാഗമായിട്ടാണ് നടപടി. ഹൗറ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പിടികൂടുന്ന ബംഗ്ലാദേശി പൗരന്മാരെ കോടതി നടപടികൾക്കായൊന്നും കാത്തു നിൽക്കാതെ നേരിട്ട് അതിർത്തിയിലേക്ക് മാറ്റാനാണ് സംസ്ഥാന പോലീസ്, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്നിവർക്ക് നൽകിയിരിക്കുന്ന കർശനമായ നിർദ്ദേശം. അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടിയാൽ അവർക്ക് ഭക്ഷണം നൽകി പ്രാഥമിക ശുശ്രൂഷ ഉറപ്പാക്കിയ ശേഷം ബംഗാളിലെ പ്രൊട്ടോപോൾ അതിർത്തിയിലോ അല്ലെങ്കിൽ നോർത്ത് 24 പർഗാനാസിലെ അതിർത്തി പോസ്റ്റുകളിലോ നേരിട്ട് എത്തിക്കണം. ഇത്തരത്തിൽ പിടികൂടുന്നവരുടെ വിവരങ്ങളടങ്ങിയ പ്രതിവാര റിപ്പോർട്ട് DGP വഴി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. 2025 ഏപ്രിലിൽ പാർലമെൻറ്റ് പാസാക്കിയ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് 2025 പ്രകാരമാണ് ഈ നടപടിയെന്ന് സുവേന്ദു അധികാരി സൂചിപ്പിക്കുന്നു. കൂടാതെ 2025 മെയ് 14 കേന്ദ്ര സർക്കാർ ബംഗാൾ സർക്കാരിന് അയച്ച നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് ഈ കർശനമായ നടപടി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു വ്യക്തി അനധികൃത കുടിയേറ്റക്കാരനാണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം പോലീസിനോ അതോ കോടതിക്കാണോ എന്നൊരു വലിയ നിയമപ്രശ്നം ഈ ഉത്തരവ് ഉയർത്തുന്നുണ്ട്. 1946 ഫോറിനേഴ്സ് ആക്ട് സെക്ഷൻ 14A പ്രകാരം കുടിയേറ്റക്കാരെ കോടതിയിൽ ഹാജരാക്കുന്നതാണ് പതിവ്. കോടതിയുടെ വിധി കൂടാതെ പോലീസ് നേരിട്ട് നാട് കടത്തുന്നത് നിയമപരമായ തടസ്സങ്ങൾക്ക് വഴിവെച്ചേക്കുമെന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അയൽ സംസ്ഥാനമായ അസമിൽ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ സമാനമായ രീതിയിൽ അനധികൃത കുടിയേറ്റക്കാരെ പുഷ്ബാക്ക് ചെയ്യാനുള്ള തന്ത്രം നടപ്പിലാക്കുന്നുണ്ട്. ഇതിൻ്റെ ചുവട് പിടിച്ചാണ് ബംഗാളിലും സുവേന്ദു അധികാരി ഇത്തരമൊരു കടുത്ത നിലപാടിലേക്ക് കടന്നിരിക്കുന്നത്.